ഒരു പ്രാവശ്യം കൂടി സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കിഴക്കേ മുറിയിൽ കളത്തിൽ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. ജ്ഞാനായ സമുദായ വിവാഹത്തിന് മുൻപ് ചെറുക്കൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ അതിനായി ഒരുക്കപ്പെട്ട സ്ഥലത്ത് നടക്കുന്ന ആചാര നടപടിയാണ് ചന്തം ചാർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. പെണ്ണിൻ്റെ ഗൃഹത്തിൽ മൈലാഞ്ചുഴിയിലും ചെറുക്കൻ്റെ ഗൃഹത്തിലെ ചന്തം ചാർത്ത് ചെറുക്കനെ ചന്തമുള്ളവനാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു മണവാള പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങ്. ബഹുമാനപ്പെട്ട വൈദികരുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഈ ചടങ്ങുകൾ വേദിയിൽ പല ക്രമീകരണങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പായ് വിരിക്കുന്നത്, നിലവണ വരയ്ക്കുന്നത്, നിലവിളക്ക് വയ്ക്കുന്നത്, നിലവണ വരയ്ക്കുന്നത് തുടങ്ങി ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ പൂർവ്വപിതാക്കന്മാർ വളരെ അർത്ഥം കൊടുത്തുകൊണ്ട് ഇതിനൊക്കെ ഓരോ കാര്യങ്ങളോടുകൂടി തന്നെയാണ് അവർ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങിയ നാൾ അന്നു മുതൽ ഇന്ന് വരെയും തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജ്ഞാനായ മക്കൾ നടത്തുന്ന ആചാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഒരുക്കപ്പെട്ട വേദിയിൽ ആദ്യം നിലവിളക്ക് തെളിയിച്ച് കിഴക്ക് മുഖമായി വയ്ക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഇതിലേക്ക് തങ്കുവിനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിലവിളക്ക് തെളിയിച്ച് കിഴക്ക് മുഖമായി വയ്ക്കുന്നതിന് മുൻപായി ഈ ചടങ്ങിൻ്റെ പ്രാരംഭ പ്രാർത്ഥനാ ഗാനമായ മർത്തോമാ നന്മയാൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുമ്പോൾ ഈ സമയത്ത് അവകാശി നിലവിളക്ക് തെളിയിച്ച് കിഴക്ക് മുഖമായി വയ്ക്കുന്നതാണ്. നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയെഴുന്നള്ളണമേ. കാദീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ. കൈകൂപ്പി നീർമോഞ്ഞപ്പിട്ടു വളർത്തോരു കണ്ണീ മകളെ ഞാൻ നിന്നെ. നിലവണ വരയ്ക്കട്ടെ. കേട്ടില്ല. നിലവണ വരയ്ക്കട്ടെ. കേട്ടില്ല. നിലവണ വരയ്ക്കട്ടെ. കേട്ടു. സഭയുടെ അനുവാദം തേടി പായുടെ മുകളിലായി നിലവണ വരയ്ക്കുന്നത് ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും നിയമിച്ചാക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. സാധാരണ നിലയിൽ ചിലരൊക്കെ പായുടെ മധ്യഭാഗത്തൊരു കുരിശ് വരയ്ക്കാറുണ്ട്. കുരിശ് വരയ്ക്കുന്നത് തെറ്റാണ്. കാരണം പായുടെ മുകളിൽ മണവാളൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുക്കനിരിക്കുമ്പോൾ അവത്തിൽ ചവിട്ടാൻ സാധ്യതയുണ്ട്, ചവിട്ടും. അതുകൊണ്ട് സാധാരണ നിലയിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തിരുത്തിപ്പോകണം എന്ന കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ും
അടുത്തതായി വെച്ചിരിക്കുന്ന പീഠത്തിന് മുകളിൽ പരിശുദ്ധിയുടെ പ്രതീകമായ വെള്ളം വിരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നതിനായി അടുത്തതായി വളരെ മനോഹരമായ രീതിയിൽ ചെറുക്കനെ ചന്തം ചാർത്താനുള്ള ക്രമീകരണങ്ങൾ സഹോദരിമാർ അവരുടെ അവകാശികളൊക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണ്.